ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എക്സാമും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ചലഞ്ച് വീഡിയോ തന്നെ തുടങ്ങാം. അതെ, എന്താണ് ചലഞ്ച് എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്? ഫ്രഷ് ചലഞ്ചാണ്, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അതെ, അങ്ങ് കാണിച്ചു കൊടുക്കാം. ഇതാണ് ഇത് ഞാൻ റീസെൻ്റ്ലി കുറച്ച് യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണ്ട്. അപ്പം വൈ നോട്ട്, നമുക്കും ചെയ്തുകൂടാ. അതെ, അപ്പോൾ ഞങ്ങളൊരു സ്പൈസി നൂഡിൽസ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു തവണ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നോർമൽ സ്പൈസി ആണെന്ന് വിചാരിച്ച് ഒരു അബദ്ധം കാണിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഭയങ്കര എരിവാണെന്ന്. പക്ഷേ ഇതല്ലേ നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സാധനം ഇതല്ല. പക്ഷെ കണ്ടപ്പോൾ ഇത് അതിനെക്കാട്ടിലും കുറച്ച് എരിവുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കഴിക്കുമ്പോൾ അറിയാം. അതെ, ഇതിനിപ്പോൾ കുക്ക് ചെയ്യണം. അപ്പം ഇത് ആദ്യം കഴിച്ചു തീർക്കുന്നവരാണ്, അതാണ് റൂൾസ്. ആദ്യം കഴിച്ചു തീർക്കുക, പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും പാടില്ല. അതെ, നമ്മൾ ഈ എരിവ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതെ, അത് നമ്മൾ തോൽവി സമ്മതിച്ചു കഴിഞ്ഞിട്ടല്ല, മത്സരം കഴിഞ്ഞിട്ട് എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇതാരെങ്കിലും എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ് അവർക്ക് പിന്നെ ജയിക്കുന്നവർക്ക് ഇത് ഞങ്ങൾ ഓൾറെഡി ഇവിടെ വാങ്ങിച്ചു വെച്ച പെർഫ്യൂമാണ്. അപ്പം ഇത് ആരടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് നമ്മൾ ഈ പെർഫ്യൂം കൊടുക്കുന്നതായിരിക്കും. അതെ, അപ്പം നമുക്ക് ആദ്യം ഉണ്ടാക്കി തുടങ്ങാം. ഇത് നമുക്ക് കുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ ഉണ്ടാക്കാൻ പോവാണ്. ഇതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ കരുതി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യാമെന്ന്. അതാ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ടൈം എടുക്കും. നമ്മളിപ്പോൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം ഇത് നൂഡിൽസ് കുക്ക് ചെയ്യുന്ന കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കുക്ക് ചെയ്തിട്ട് ഒക്കെ സെറ്റായിട്ട് തിരിച്ചു വരാം. നമുക്ക് ഒതന്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ പൊടിയും നമ്മൾ ഫുള്ള് ഇടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കറക്റ്റ് എരിവെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മൊത്തം ഇടുന്നുണ്ട്. ഇത് ആ എരിവുള്ളതെല്ലാം തോന്നുന്നുണ്ട്. ഇതെന്തോ വേറെ എന്തോ. ഹലോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സോസ് കിട്ടും നമുക്ക്. അതാണ് മെയിനായിട്ട് ഇത്ര എരിവ് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചാലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ താഴെ വന്ന് കമൻറ്റ് ചെയ്യും നമ്മളത് ഫുൾ ഇട്ടില്ല, പറ്റിച്ച് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ആ സോസ് ഇടുന്നത് എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം ഫുള്ളായിട്ട്. കണ്ടിട്ട് പേടിയാകുന്നുണ്ട്. മൊത്തം ഇട്ടിട്ടുണ്ട്, അതൊന്നും വേണ്ട. എന്തായാലും ഫുൾ ഇട്ടിട്ടുണ്ട്. നല്ല ചുവപ്പ് കളറുണ്ട്, കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. എന്താവോ എന്തോ. അപ്പോൾ നമ്മൾ ഒരു നൂഡിൽസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ എനിക്ക് തല ഇറങ്ങുന്നുണ്ട്. ഇത് ഇതിൻ്റെ മണവും നല്ല എരിവുണ്ട്. കുറച്ചും കൂടി കറുത്തടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ചോപ്പ് അപ്പോൾ നമ്മൾ ഏകദേശം ആക്ച്വലി ഇതൊക്കെ എനിക്ക് വെറും സിമ്പിളാണ്. എനിക്ക് പൊതുവെ അങ്ങനെ എരിവ് അധികം ഇഷ്ടമല്ല. ഓക്കെ, റെഡി, 1 2 3. എന്തായാലും ആദ്യം കഴിച്ചു തീരുന്നവനാണ് ജയിക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യം തുടങ്ങുന്നില്ല. അതെന്താ? അല്ല, ഞാൻ ആദ്യം തുടങ്ങി, ഞാൻ ആദ്യം തീർത്ത് എന്തായാലും ജയിക്കുമല്ലോ നമ്മള്. അല്ല, പയ്യെ കഴിച്ചാൽ മതി. ടൈം എടുത്ത് കഴിച്ചാൽ മതി. ഇത് ടൈം എടുത്തൊന്നും കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. ടൈം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കൂടെ തീ വരും. കഴിക്കാൻ കൊണ്ട് വെള്ളം കലക്കി ഒഴിച്ച പോലെ ഉണ്ട്. തുടങ്ങാനൊരു പേടി.
ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം ചുമന്ന് തുടുത്ത് വരും. അപ്പോൾ ഓക്കെ, ഒന്നും വിചാരിക്കരുത്, പേടിച്ചിട്ടാണ് ഞാൻ കഴിക്കാത്തത്. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അല്ല, ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല. കഴിച്ചു തുടങ്ങുന്നതിന് തന്നെ വെള്ളം കുടിക്കാനോ? കഴിച്ചു തുടങ്ങിയാലും ഇവിടെ പകുതിയായി. 2-3 തവണ വെള്ളം കുടിച്ചില്ലേ? അത് പക്ഷെ കഴിക്കുന്നതിന് മുന്നേ. ഓക്കെ, ഞാൻ എന്തായാലും തുടങ്ങാം. കേട്ടോ. തുടക്കത്തിൽ വലിയ എരിയില്ലായിരുന്നു, ഇപ്പൊ എരി കയറി വരുന്നുണ്ട്. പക്ഷെ നാട്ടിൽ സ്ഥലം മുളകറിയൊക്കെ കഴിക്കുന്നവർക്ക് ഇത് വലിയ എരിവാകാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ മീൻകറിയൊക്കെ കണ്ട കാലം മറന്ന്. അല്ലെന്ന് മുളകറി സ്ഥിരം കഴിക്കുന്നവർക്ക് ഇത് അത്ര എരിവ് തോന്നുന്നില്ല. പറ്റത്തില്ല, ചിലവരൊക്കെ ഭയങ്കര എരിവുള്ള മുളകറി ആയിരിക്കും ഇടുന്നത്. കഴിച്ചത് അത്ര സഹിക്കാൻ പറ്റാത്ത എരിവൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചത് ഇതിനെക്കാട്ടി എരിവായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കുന്നില്ല. എന്തോ എങ്ങനെ നമ്മൾ 2 ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ചോക്ലേറ്റും ഒന്ന് വാനിലയും. വാനില എനിക്ക് പൈസ ഇവിടെ നമുക്ക് നല്ല ന്യൂട്രീഷൻ സ്കോർ ഒക്കെ നോക്കി വാങ്ങാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ന്യൂട്രീഷൻ സ്കോർ നോക്കിയില്ല, ഏതെല്ലാം വാങ്ങി. സോസ് കുറവാന്ന് തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇത്തിരി സോസ് അതിനകത്തേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. കഴിക്കുക. അങ്ങനെ സക്സസ്ഫുള്ളി തീർന്നിരിക്കുകയാണ്. വലിയ നമ്മൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ എരിവുള്ള സാധനമായിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചാലഞ്ചായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ എന്ത് ചാലഞ്ചായിട്ട് വരണമെന്ന്. കുറച്ച് ചെറുതായിട്ട് നെഞ്ചരിച്ചത് പോലെ, പിന്നെ ഒരു വയറിന് രചിച്ചില്ല. നല്ല സീനാണ്. സീൻ എന്തോ സീനുണ്ട്. ഇല്ല, ഞാൻ കുടിച്ചില്ല. ഇത് ടെംപ്റ്റ് ചെയ്യുന്നതാണ് നമ്മള്. വലിയ എരിവൊന്നും ഇല്ല. ഈ ചലഞ്ച് പോരാ, എനിക്കിത് പോരാ. നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ ഡോളോ ചിപ്പിന്റെ ചാലഞ്ച് ആയിട്ട് വരാം. കുടിച്ചോ? സീനില്ല. എനിക്കെന്തായാലും സീനില്ല. ഞാൻ എന്തായാലും
വലിയ എരിവില്ല എനിക്ക്. ഒരുമിച്ച് കുടിക്കാം, വാ ഒരുമിച്ച് കുടിക്കാം. കഴിഞ്ഞ് ഇത് അത്ര എരിവില്ല, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എരിവുള്ളൂ. Cheers. സാധ്യതകളാണ് കുടിച്ചത്, അപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇനി കുടിക്കാം. വായിൽ എരി പോയല്ലേ, വായിൽ ഒഴിച്ചല്ലോ, കഴിഞ്ഞു. ഇത് ചീറ്റിംഗ് ആ. എന്നോടൊന്നും പറഞ്ഞില്ല അത് വായിൽ വെക്കുന്നത് നമുക്ക് ഒരുമിച്ച് കുടിക്കാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് അത്. ഇതിന്റെ വാനിലയാണ് നല്ലത്. അതെ ഒക്കെ ഞാനല്ലേ വാനില എടുക്കാന്ന് പറഞ്ഞ. അപ്പോൾ ഇത് നമ്മൾ ജുജൂബിയായിട്ട് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പുതിയൊരു ചാലഞ്ചായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. ബൈ.